Magic is closely related to happiness. The magical moments in your life are what makes you happy. You're on the Happiness Project and this is me, Dhanya. It's not very often that we have magic on the sets of the Happiness Project. Let's welcome one of the most popular interactive illusionists, Mr. Raja Moorthy, onto the Happiness Project. Welcome to the Happiness Project, Moorthy. Thank you. I think I'm most comfortable with calling you Moorthy. Please do. Interactive illusionist. ഈ ഒരു വാക്ക് ഭയങ്കര വെയിറ്റുള്ള വാക്കാണ്. അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരൂ. അത് അല്ല മീനിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. സി ബേസിക്കലി മാജിക് നോർമലി പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ മൈം ആക്ട് ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് പീപ്പിൾ നോർമലി പെർഫോം ടു മ്യൂസിക്. I like to interact with the crowd while I'm performing, engage them, ഒരു very light-hearted approach. കുറച്ച് humor ഒക്കെ emphasize ചെയ്തിട്ട്. That's the kind of approach I have. Interactive illusion is one word which I kind of coined because that perfectly explains what I'm trying to do while being on stage. Okay. Basically, you creating illusions by being with the audience and audience-നെ ഒന്നിച്ചെടുത്തിട്ട് മാജിക് ചെയ്യുന്നു. ഒരു സെപ്പറേഷൻ ഇല്ല ഇതിൽ. അല്ല അങ്ങനെയല്ല. സി ഇറ്റ്സ് എൻഗേജിങ് ദം ത്രൂ ഔട്ട്, കോൺസ്റ്റൻ്റ്ലി എൻഗേജിങ് ദം. ഒരു ബേസിക്കലി നോക്കുമ്പോൾ സ്റ്റേജിൽ നോർമലി മാജിക് ലൈക്ക് ഒരു മജീഷ്യൻ നോർമലി പെർഫോംസ് ഓൺ ദ സ്റ്റേജ്. ഓഡിയൻസ് ഒരു ഫിസിക്കലി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സോ എനി ഗുഡ് പെർഫോമർ അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ടു ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ് ഇൻ ദ മിനിമൽ ടൈം പോസിബിൾ. അപ്പോൾ ഒരു മ്യൂസിക്കൽ ആക്ട് ചെയ്യുന്ന സമയത്ത് പീപ്പിൾ സിറ്റ് ബാക്ക് ആൻഡ് വാച്ച് ദ ഷോ ലൈക്ക് ഗുഡ്. ബട്ട് ഒരു ടോക്കിംഗ് ഷോയ്ക്ക് അകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യു ക്യാൻ ഓഫ് ക്ലാരിഫൈ യുവർ ഇൻറ്റൻഷൻ സോ വെൽ. They kind of ആദ്യത്തെ ഒരു 10 സെക്കൻഡിനകത്ത് യു ഹാവ് ടു കൈൻഡ് ഓഫ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു ഫോർ ദം. അങ്ങനത്തെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതിലൊരു വല്ലാത്തൊരു റിസ്ക് എലമെൻറ്റും ഇല്ല. ഇപ്പം നമ്മുടെ ഓഡിയൻസ് ഇസ് നോട്ട് വിത്ത് അസ് എന്ന് നമുക്ക് തോന്നിയ ഫോർ വാട്ട് എവർ റീസൺസ്. ഇപ്പം ഡസൻറ്റ് നെസസറിലി ഹാവ് ടു ബി ടു ഡു വിത്ത് ദ വേ യു ആർ പെർഫോമിങ്. അത് ഭയങ്കര ഒരു സെറ്റ് ബാക്ക് ആയിട്ട് തോന്നാറുണ്ടോ? You're absolutely right. അതൊരു എന്താ അറിയോ, മാജിക് നോർമലി ചെയ്യുന്ന സമയത്ത് പീപ്പിൾ ആർ വാച്ചിങ് സംതിങ് ദാറ്റ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്താണെന്നുള്ളത്. ദേ കനോട്ട് കോംപ്രിഹെൻഡ് ഇറ്റ് ദാറ്റ് ഈസിലി. അപ്പോൾ നോർമലി ആദ്യത്തെ ഒരു അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു സ്കെപ്റ്റിക് ലെവലിൽ ലൈക്ക് ഡിഫെൻസീവ് മോഡ്. ബട്ട് ഫ്രം എ പെർഫോമേഴ്സ് പെർസ്പെക്റ്റീവ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ടു ടേക്ക് ദ ചാലഞ്ച് ആസ്പെക്ട് അവേ ഫ്രം ഇറ്റ്. Once they know that okay, this guy is not there to fool us, satyam പറഞ്ഞാൽ it is their ego that doesn't permit them to be fooled. Satyam, I am one person who loves to be fooled. Being fooled is such a wonderful feeling. It is wonderful feeling. See, എന്താ അറിയോ, നമ്മൾ അറിയാതെ പലപ്പോഴും we get fooled in several things. ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങളും in politics or in life, when we buy a product, everywhere the fooling element എവിടെയൊക്കെ ഉണ്ട്. അറിഞ്ഞുകൊണ്ടൊരു ഷോ കാണാനിരിക്കുമ്പോൾ you know that the guy in front of you is trying to fool you. അപ്പോൾ ഡിഫെൻസീവിൽ പോകും. So your task is to take the challenge aspect away from it, and it's all on your persona or your stage personality. എത്രമാത്രം ഫ്രണ്ട്ലി ആകുന്നു, and they know that okay, this guy is cool. എവിടെയോ ട്രസ്റ്റ് എലമെന്റ് ഉണ്ടാക്കണം അല്ലേ with the audience as well. And trust me, for me it is not building a trust element. That is the way I see my audience. I treat them as my good friends always. സൈക്കോളജി ഒത്തിരി ഉണ്ടായിരിക്കുമല്ലോ ഓഡിയൻസിനെ പെർസീവ് ചെയ്യുക, അവരുടെ എന്താണ് ബോഡി ലാംഗ്വേജ്, ഹൗ ആസ് യു പെർഫോമിങ്, അതിലും ഒത്തിരി ഇൻപുട്സ് എടുക്കാറുണ്ട്. നമ്മളൊരു സിനിമയിൽ തമാശ കാണുമ്പോഴുണ്ടല്ലോ, when you go with friends, സ്ക്രീനിൽ നല്ലൊരു തമാശ കാണുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ചിരിക്കുന്നതിന് പകരം ചിരിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും ടു സീ വെദർ ദേ ആർ എൻജോയിങ്. സിമിലർ തിങ് ഹാപ്പൻസ് ലൈക്ക് ഇൻ മാജിക് ഓൾസോ. ആൻഡ് നമ്മൾ സ്റ്റേജിൽ വരുന്ന സമയത്ത് യു ആക്ച്വലി പലപ്പോഴും ഇറ്റ്സ് ബ്ലൈൻഡിങ്. ട്രസ്റ്റ് മീ, യു കനോട്ട് സീ ദ ഓഡിയൻസ് അറ്റ് ഓൾ. സ്ട്രോങ് ലൈറ്റ്സ് ഓൺ യുവർ ഫേസ്. ബട്ട് ഐ പേഴ്സണലി ആസ്ക് ഫോർ ബിറ്റ് ഓഫ് ഹൗസ് ലൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ ഒരു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. And you look for people who are kind of, like, 2 മിനിറ്റിനകത്ത് നമുക്ക് അറിയാം കുറച്ച് ഏതൊക്കെ ഗ്രൂപ്പ് കൈൻഡ് ഓഫ് are really enjoying it, who are with you, like basic stuffs. And some way if you feel okay, എവിടെയെങ്കിലും ഒരു weaker side ഉണ്ട്, like from applause response or anything, you kind of try to focus on them, bring them up along with the crowd, like it's a different play every time you're on stage. എല്ലാ തവണയും ഓരോരോ തരത്തിലുള്ള ഓഡിയൻസ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ്, അതിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ ദ ചാം ഓഫ് ഡൂയിങ് മാജിക്. Absolutely. ഈ ഓഡിയൻസ് മാജിക് എൻജോയ് ചെയ്യുമ്പോൾ തന്നെ
as a performer, you get to enjoy every single time, like you're on stage, because it's a different challenge, as you rightly said. ഏറ്റവും ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് നറേറ്റ് ചെയ്തു, മാജിക് ചെയ്തിട്ട് കിട്ടിയ ഒരു അപ്ലോസ്, അപ്രിസിയേഷനോ അല്ലെങ്കിൽ ദ ലവ്, അതിൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ്? അത് പറയുകയാണെങ്കിൽ പ്രോബ്ലി മൈ സ്കൂൾ ഡേയ്സ്, മേ ബി ഐ വാസ് ഇൻ 5th or 6th. 10 വയസ്സ്, 10-11 ഏകദേശം ആ ഒരു സമയത്ത് ചേട്ടൻ്റെ കൂടെയാണ്. മൈ ബ്രദർ, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. വി ഹാവ് ലൈക്ക് മോർ ലൈക്ക് ഫ്രണ്ട്സ്. അല്ല, ഇളയേട്ടൻ്റെ കൂടെ യൂസ് ടു ഗോ ഔട്ട് എവറി സൺഡേസ്. പുള്ളിയുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. സോ ഐ വാസ് ഡൂയിങ് സംതിങ് വെരി സില്ലി. അപ്പോൾ അന്ന് ഹീ സോ ദിസ്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ചേട്ടൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ കണ്ടിട്ടാൽ ഒരാൾ we became so happy, he gave me a 2 rupee note. And for me that was 2 rupee was, like annu enik probably a liter petrol 7 രൂപ 6 രൂപ ഉള്ള കാലമാണ്. So you can correlate what a 10-year-old boy with a 2 rupee in the hand can do. ആ 2 rupee ഫ്രെയിം ചെയ്ത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ? I didn't know where all this was going, like. അപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ സ്പേസിൽ പെർഫോം ചെയ്യുന്ന ഏത് ഏജിലാണ്? Professional, I would say it is somewhere 96-97. 96-97. Had you planned towards being a magician? അതോ അത് ആകസ്മികമായി സംഭവിച്ച കാര്യം? ചിലർ പറയുന്ന പോലെ അബദ്ധമായി പോയി. അബദ്ധം എന്ന് പറയുകയാണെങ്കിൽ പ്രോബ്ലി ദിസ് ഇസ് ദ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള അബദ്ധം പ്രോബ്ലി ഇൻ മൈ ലൈഫ്. ഇറ്റ് ഹാസ് ടു ബി മാജിക്. ബിക്കോസ് I was I'm still, like very introvert, like very shy person. Unbelievable. Trust me, that's what I am basically. And this is something which transformed. എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ എന്നിൽ സംഭവിച്ചത് ഇറ്റ് വാസ് പ്യൂർലി ത്രൂ മാജിക്. ആൻഡ് ദ ജേർണി ഇറ്റ് സെൽഫ് വാസ് സോ മാജിക്കൽ ബിക്കോസ് ഐ നെവർ തോട്ട് ഇതെനിക്കൊരു പാഷനായിരുന്നു ശരിക്കും കുഞ്ഞിൽ. ഐ നെവർ വാണ്ടഡ് ഇറ്റ് ദിസ് ടു ബി എ പ്രൊഫഷൻ. ഐ നെവർ തോട്ട് ലൈക്ക് ഐ ബിക്കം എ പ്രൊഫഷണൽ. എനിക്ക് 2 പേരുടെ മുന്നിൽ വരികയാണെങ്കിൽ മുട്ടടിക്കും, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. ആൻഡ് ഇൻറ്റൻഷനലി ഒന്നുമല്ല മാജിക്കിനകത്ത് വന്നത്. ഇറ്റ് വാസ് എ സ്ലോ ആൻഡ് ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ. നേരത്തെ ഒരു ഫാമിലി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അറ്റ് സം പോയിന്റ് I gave all that up and came into this full stream. Which point? അങ്ങനെ ഒരു ക്ലിയർ കട്ടായിട്ട് ഒന്നുമില്ല. Some point, because എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആണ് അച്ഛൻ തന്നെയായിരുന്നു. Like he was probably the best dad anybody could ask for. Really? I still become very emotional while talking about him because അച്ഛൻ ഒരിക്കലും he never restricted, do this, do that. All my life he never said don't do this, don't do that. Why did you do this? No questions. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ ആൻഡ് വെറുതെ കഴിച്ചു വിട്ടു എന്നുള്ള രീതിയിലല്ല. ഹി ഹാഡ് ദാറ്റ് ദാറ്റ് ഹി ഈസ് ലുക്കിംഗ് അറ്റ് യു ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് കെയർസ്. അങ്ങനെ വരുമ്പോൾ ദേർ ഇസ് എ സെൽഫ് റെസ്പോൺസിബിലിറ്റി ടു ഒരു നല്ല കുട്ടിയെ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് തന്നെ വരും. ഇറ്റ് വാസ് നോട്ട് എൻഫോഴ്സ്ഡ് ഓൺ അസ്. ആൻഡ് സംവെയർ മാജിക്കിലോട്ട് വന്ന സമയത്ത് ഹി വാസ് സോ ഹാപ്പി. ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ ഒരു ഫസ്റ്റ് പെർഫോം ലൈക്ക് ഐ തിങ്ക് 96 I used to perform in restaurants. Still, that is one of my personal, ഭയങ്കര രസമുള്ളൊരു ഇതാണ്. In restaurants? In restaurants. I stopped performing long back. പക്ഷേ എനിക്ക് it's kind of one-to-one, like personal ആയിട്ട്, like literally go from table to table and perform. That's one of the most interesting thing you can do. Trust me, in magic-നകത്ത്. And എൻ്റെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് വന്നിട്ട് I still remember that evening where I gave that money to my father. Say, this is my first earning. And he was very rich financially. Our family was very settled, but like that is the money which I made first. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത സമയത്ത് I could actually see that shine in his pride in his eyes. And പറഞ്ഞാൽ I have a collection of magic wands. And I still have. Magic wands, different kind of wands, like from different countries. ഒരു craze ആണ്, ഓരോരുത്തർക്കും ഓരോ കളക്ഷൻ ഉള്ളതുപോലെ. And to this day my most possessed magic wand is one which was made by my father. He made a magic wand for you. ഏത് പ്രായത്തിൽ? I would say like 96, 97, ആ ഒരു കാലഘട്ടത്തൊക്കെ തന്നെയാണ്. I started off ഈ മാജിക്കിൽ വന്ന് പ്രൊഫഷണലി വന്ന് ഏൺ ചെയ്ത് 1 വർഷമൊക്കെ ആയ സമയത്ത് ഒരു ദിവസം വെറുതെ കളിക്കുക, ഇത് പിടിച്ചോ എന്നിട്ട് he gave me one. I still have I treasure that a lot. Does magic wand really have any magic? അത് വെറുതെ പറയുന്നതായിരിക്കും. അത് പറയാൻ പറ്റില്ല. അല്ല, the most unique magic wand എവിടെ നിന്നാണ് കിട്ടിയത്? Before I answer, from your father's, of course. Before I answer that, I'll tell you why I shouldn't answer ഈ magic wand കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. Because like placebo is something which we require in life. So once you explain the secret behind sugar pills, it doesn't cure you anymore. അപ്പോൾ അതുപോലെ nothing harm in knowing what the magic wand does once you are into magic. അല്ലാത്ത സമയത്ത് അറിയണ്ട. And to answer your second question, magic wand,
എനിക്ക് അല്ലാതെ ഇഷ്ടപ്പെട്ടത് ശരിക്കും ഇറ്റ് വാസ് വൺ മെയ്ഡ് ബൈ മൈ ടീച്ചർ. അദ്ദേഹം എൻ്റെ ഒരു ഐ ഹാവ് സെവറൽ ടീച്ചേഴ്സ് ഇൻ മാജിക്. അതിൽ ഇന്ത്യൻ കപ്സ് ആൻഡ് ബോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഫിക്കൽട്ട് ഒരു സംഭവമുണ്ട്. ഇറ്റ്സ് എ വെരി യുണീക്ക്. അപ്പോൾ അത് പഠിപ്പിച്ച സമയത്ത് സാറ് ചെയ്തു തന്നൊരു മാജിക് വാണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് വെരി പ്രഷ്യസ് ഫോർ മീ. ബിക്കോസ് ഈ ആക്ച്വലി കൂടെ നിന്ന് ഒരു ലെയ്ത്തിൽ പോയിട്ട് കടഞ്ഞ മെഷർമെൻ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ നിന്ന് വളരെ കെയർ ചെയ്ത് കൊടുത്തൊരു സാധനം. ഈച്ച് ഓഫ് ദം ക്യാരി എ ഡിഫറെൻറ്റ് സ്റ്റോറി അറ്റാച്ച്ഡ്. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഈ മാജിക് വാണ്ട് കളക്ഷൻ ഒന്ന് കാണണം കേട്ടോ. നല്ല രസമായിരിക്കും അല്ലേ? എനിക്ക് ഈ മറ്റേ ഹാരി പോട്ടർ സീരീസിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. ബട്ട് ദാറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഡു യു ഓൾസോ ഹാവ് എ ഹാറ്റ്? No, those days are gone. But I would love to see something that you can do right now. Can you show me something? Yeah, I would love to. Why not? How do we go about it? Is it possible for you to come and join me here? Sure. Yeah, please. ഒരു കാര്യം ചെയ്യാം. And take one card, any one. വളരെ സീക്രട്ടീവ് ആണല്ലേ? എന്നെ കാണിക്കണം. Don't worry, I won't look. Okay? Okay. അത് നോക്കിക്കോളൂ. In fact, you can show it to the camera as well. Yeah? കാണിച്ചോ? അല്ല കണ്ടോ? Yeah. Remove the card. See, like we'll kind of cut the cards. എവിടെയെങ്കിലും just leave your card like that. Just leave it over there. Okay. Keep it. തിരിച്ചു വെച്ചു. And your card kind of goes into the deck. ഇപ്പോൾ ഡെക്കിനകത്ത് എവിടെയോ your card is lost. ഓർമ്മയുണ്ടോ? കാർഡ് ഓർമ്മയുണ്ടോ? Okay, don't tell me. കാരണം Sam can also read your mind. Believe it or not. Okay? Okay. ആ കാർഡൊന്ന് മനസ്സിലാലോചിക്കാമോ? Okay. Yeah? Then the one you have in your mind right now? Yeah. Okay. Good. Sam, go for it like that. Hopefully, there it is. How did you guess? I didn't. Sam did it. What are you saying? That's this Sam. is spectacular. Thank you. Thank you. Thank you. Oh, wow. See, magic is hardcore happiness project. You made me totally happy. See? എൻ്റെ മനസ്സിലുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കി എടുത്തു. അതിൽ എന്താണ് കളി ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഐ ഗെസ് ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ് അല്ലേ? അറിയണമെന്നുണ്ടോ? അറിയണമെന്നുണ്ട്. രഹസ്യം പറഞ്ഞ പുറത്ത് പറയാതിരിക്കോ? ഞാൻ പറയത്തില്ല ആരോടും. എൻ്റെ പ്രോബ്ലം ഞാനും പറയില്ല. But anyway, if there is one personal thought or personal motto that you live by, whether it could be a value system or it could be a general quote, അതെന്തായിരിക്കും മുത്തേട്ടാ? നമ്മളെപ്പോഴും കുട്ടികളെയും കൂടെയുള്ളവരെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുന്നത് വി എൻകറേജ് ദം ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇറ്റ്സ് എ റേസ്. ബി സക്സസ്ഫുൾ. അൾട്ടിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ വൈ ഷുഡ് യു ബി സക്സസ്ഫുൾ? സോ ദാറ്റ് യു ക്യാൻ ബി ഹാപ്പി ഇൻ ലൈഫ്. പക്ഷേ നമുക്ക് ചുറ്റും ഒന്ന് നോക്കിയാലേ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും ഹാപ്പിയാണോ? ബിക്കോസ് അവരൊക്കെ എന്തിനോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആകും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുമെന്ന് സക്സസിൻ്റെ പുറകെ പോയിട്ട് എൻഡ് ഓഫ് ദ ഡേ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ജോലി ചെയ്യുന്ന ആൾക്കാർ. ലൈക്ക് ഒരു പ്രൊഫഷനകത്ത് എത്ര പേരുണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ എവിടെ വായിച്ചോ പറഞ്ഞോ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ ഭയങ്കര ഭാഗ്യം ചെയ്യണം. അതിനപ്പുറത്ത് ഭാഗ്യം ചെയ്യണം ആ ഒരു ജന്മം ഒരു ആർട്ടിസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റിയാൽ. End of the day, living as an artist is totally different. So people going behind success, hoping that അവർ ഹാപ്പി ആകുമെന്ന് വിചാരിക്കുന്നവരൊന്നും അങ്ങനെ ഹാപ്പി ആകില്ല. But on the other side, people who are chasing happiness, if you look at it, they are successful in life. Have you observed it? But can you chase happiness? Happiness is something we create, we decide. അതിന് നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് സ്വന്തം വയ്ക്കണം. കുറച്ച് കറക്ഷൻസ് നമുക്ക് എന്താ പറയുക ഒരു കുറച്ച് ട്യൂണിങ് ആവശ്യമുണ്ടല്ലോ. എന്തിനും ഒരു ട്യൂണിങ് ആവശ്യമുണ്ട്. യു ഹാവ് ടു മേക്ക് എ ഫ്യൂ ഡിസിഷൻസ്. ഒരു മെയിൻ ഫാക്ടർ നമ്മുടെ ഹാപ്പിനെസ് കുറയ്ക്കാൻ നോക്കുന്നത് ഈഗോ തന്നെയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ലൈക്ക് തിങ്സ് പൈൽ അപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫോർച്ചുനേറ്റ്ലി പകുതി ജോലി എനിക്കുള്ളൂ, പകുതി ജോലി എൻ്റെ മറവിയാണ്. ഐ ഫൊഗെറ്റ് തിങ്സ്. ഓക്കെ, ബാക്കി ഓർമ്മയുള്ള കാര്യങ്ങൾ ഐ ഡെലിബറേറ്റ്ലി എന്താ പറയുക ഫോഴ്സ് മൈസെൽഫ് ടു ഫൊഗെറ്റ്. ഐ ഡോണ്ട് ക്യാരി ബാഡ് മെമ്മറീസ് വിത്ത് മീ. ഒരു ബാഡ് മെമ്മറീസും ഇല്ല ലൈഫിനകത്ത്. ടു ദിസ് ഡേ ലൈഫ് ഇസ് ബ്ലെസ്ഡ്. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ദം. ഫോർ മീ ഇറ്റ്സ് ഫൈൻ ദാറ്റ് വേ. Okay, that's a wonderful thought on happiness. Thank you so much for coming on to our show. Thank you. My pleasure.